ആരാധനാക്രമ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ സ്ഥാനങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ സഭയിൽ 2 തരത്തിലുള്ള പൗരോഹിത്യമാണ് ഉള്ളത്. രാജകീയ പൗരോഹിത്യം അഥവാ റോയൽ പ്രീസ്റ്റ്ഹുഡ്, ശുശ്രൂഷ പൗരോഹിത്യം അഥവാ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. പൗരോഹിത്യം എന്നത് ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന അതിശ്രേഷ്ഠമായ ദാനമാണ്. ദൈവം തൻ്റെ പ്രത്യേകമായ ദൗത്യ നിർവഹണത്തിന് ഏകപക്ഷീയമായി തിരഞ്ഞെടുത്ത് ഒരാളെ വേർതിരിക്കുന്നതിനാൽ ഇത് ഒരു കൂദാശയാണ്. സഭയിലെ മെത്രാൻ്റെ കൈവപ്പോടുകൂടിയാണ് ഒരാൾ വിവിധ പദവികൾക്കും പൗരോഹിത്യ ശ്രേണിയിലെ വിവിധ പദവികൾക്കും തദനുസൃതമായ ശുശ്രൂഷകൾക്കും നിയോഗിക്കപ്പെടുന്നത്. ഇത് സഭയിലെ തന്നെ പൗരോഹിത്യമായതിനാൽ തിരഞ്ഞെടുപ്പും പട്ടത്വ ശുശ്രൂഷയുമെല്ലാം തന്നെ സഭ തന്നെയാണ് നിർവഹിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ വരദാനമാണ്. ഈ പൗരോഹിത്യം എന്നതായ വരദാനത്തെ 3 തിരിക്കാവുന്നതാണ്. 1 മഹാപുരോഹിതൻ, 2 പുരോഹിതൻ, 3 ശമ്മാശൻ. ഇവയെ 3 വിഭജിക്കപ്പെടുവാനായിട്ട് വിഭാഗിക്കപ്പെടുവാനായിട്ട് കാരണമുണ്ട്. ആദ്യ പാപം മൂലം നഷ്ടപ്പെട്ടു പോയതായ ദൈവസാദൃശ്യത്തിലേക്ക് മനുഷ്യവംശത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവ തേജസ്സിൽ സംബന്ധിപ്പിക്കേണ്ടതിന് 3 പ്രധാന സംഗതികളായിരുന്നു ആവശ്യം: വെടിപ്പാക്കുക, പ്രകാശിപ്പിക്കുക, പൂർണ്ണമാക്കുക. ശമ്മാശന് വെടിപ്പാക്കാനുള്ളതായ നൽവരവും പുരോഹിതന് പ്രകാശിപ്പിക്കാനുള്ളതായ വരവും മഹാപുരോഹിതന് പൂർണ്ണമാക്കുവാനുമുള്ള വരവുമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 3 സ്ഥാനങ്ങളും പൗരോഹിത്യ ശുശ്രൂഷയിലെ ഉയർന്ന സ്ഥാനമായിട്ട് അല്ലെങ്കിൽ മേജർ ഓർഡേഴ്സായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. ഈ 3 പദവികൾ മഹാപുരോഹിതൻ, പുരോഹിതൻ, ശമ്മാശൻ, ഇവ 3 പൗരോഹിത്യ ശ്രേണിയിലെ ഉയർന്ന പദവികളാണ് അഥവാ മേജർ ഓർഡേഴ്സാണ്. ഇവ കൂടാതെ തന്നെ മൈനർ ഓർഡേഴ്സ് അഥവാ കീഴ്സ്ഥാനീയർ എന്ന പദവി കൂടി പൗരോഹിത്യ ശ്രേണിയിലുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് മുഹൈംനെ അഥവാ വിശ്വാസി എന്ന പൗരോഹിത്യ ശ്രേണിയിലെ സ്ഥാനം. പഴയ നിയമ സഭയിൽ അംഗങ്ങളെല്ലാവരും തന്നെ രാജകീയ വർഗമായിരുന്നതുപോലെ പുതിയ നിയമസഭയിൽ ക്രിസ്തുവിനോട് ചേർന്ന് മാമോദീസ സ്വീകരിക്കുന്ന എല്ലാവരും രാജകീയ പുരോഹിത ഗണമായിട്ട് വിശുദ്ധ പൗലോസ്ലീഹ തന്നെ സമർത്ഥിക്കുന്നുണ്ട്. മാമോദീസായുടെ സമയത്ത് വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ ഓരോ വിശ്വാസിയും ഈ രാജകീയ പൗരോഹിത്യത്തിൽ അംഗങ്ങളായിട്ട് തീരുകയാണ്. പൗരോഹിത്യ ശ്രേണിയിലെ മറ്റൊരു പദവിയാണ് മൗമിയോനോ അഥവാ എക്സോർസിസ്റ്റ് എന്ന് പറയുന്നത്. ഭൂതഗ്രാഹി എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യുമെങ്കിലും നാം കരുതുന്നത് പോലെ പിശാച് ബാധ ഒഴിപ്പിക്കുക എന്നുള്ളതായ ഒരു ദൗത്യമല്ലായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ആദിമസഭയിൽ വിജാതീയരായ വ്യക്തികളെ, അതായത് മാമോദീസ സ്വീകരിക്കാത്തതായ വിജാതീയരായ വ്യക്തികളെ ഇരുട്ടിൻ്റെ സന്തതികൾ, ചിൽഡ്രൻ ഓഫ് ഡാർക്ക്നെസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാമോദീസ അഥവാ സ്നാനം സ്വീകരിച്ചതായ വ്യക്തികളെ പ്രകാശത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ മക്കൾ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. തിന്മയുടെ ശക്തിയുടെ അധീനതയിലുള്ളതായ വ്യക്തികളെ പ്രാർത്ഥന വഴിയായിട്ടും തിരുക്കർമ്മങ്ങൾ വഴിയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിലാക്കുക എന്ന ദൗത്യമായിരുന്നു ഈ പദവിയിലുള്ളവർ നിർവഹിച്ചിരുന്നത്. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുകയും തിരുക്കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തെളിവുണ്ട്. ആദിമസഭയിൽ മാമോദീസായ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്നതായ സ്നാനാർത്ഥികളെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രതിജ്ഞ എടുപ്പിക്കുന്ന ശുശ്രൂഷയായിരുന്നു ഈ പദവിയിലുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരുന്നത്. പൗരോഹിത്യ ശ്രേണിയിലെ മറ്റൊരു സ്ഥാനമാണ് മുസമറോനോ എന്ന പദവി. പാട്ടുകാരൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം.
കോപ്റ്റിക് സഭയിൽ എപ്സൽത്തോസ് എന്നാണ് ഈ പദവി ലഭ്യമായവരെ അറിയപ്പെട്ടിരുന്നത്. ആരാധനാക്രമ സംഗീതത്തിൽ ആഴമായ പരിശീലനം ലഭ്യമായ കൈവപ്പുള്ള വ്യക്തികളായിരുന്നു ഈ പദവി ലഭ്യമായവർ. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ സങ്കീർത്തനം വായിക്കുന്നതിനും ഗാനങ്ങൾ ആലപിക്കുന്നതിനുമുള്ളതായ അവകാശം, അധികാരമാണ് ഈ പദവി ലഭ്യമായവർക്ക് ഉള്ളത്. സ്ഥാനപദവിയുടെ ചിഹ്നമായി ഇവർക്ക് സങ്കീർത്തന പുസ്തകമാണ് നൽകുന്നത്. പൗരോഹിത്യ ശ്രേണിയിലെ മറ്റൊരു പദവിയാണ് കോറൂയോ. റീഡർ അഥവാ വായനക്കാരൻ എന്നാണ് കോറൂയോ എന്ന പദത്തിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും ശുശ്രൂഷകളിലും സംബന്ധിക്കുമ്പോൾ പഴയ നിയമവും ലേഖനവും വായിക്കാനുള്ളതായ അധികാരമാണ് ഈ പദവിയിലുള്ളവർക്ക് ലഭ്യമാകുന്നത്. സ്ഥാനവസ്ത്രമായി ശുശ്രൂഷ കുപ്പായവും ഉറാറയും വാഴ്ത്തി ഇവർക്ക് നൽകുന്നു. ഉറാറ പുറത്തും നെഞ്ചത്തുമായി കുരിശാകൃതിയിലാണ് ഇവരെ ധരിപ്പിക്കുന്നത്. സ്ഥാനചിഹ്നമായി വിശുദ്ധ വേദപുസ്തകവും ഇവർക്ക് കൊടുക്കുന്നു. പൗരോഹിത്യ ശ്രേണിയിലെ മറ്റൊരു പ്രധാനപ്പെട്ടതായ പദവിയാണ് ഹൗപ്പുദിയാക്കോനോ പദവി എന്നുള്ളത്. ഹൗപ്പുദിയാക്കോനോ എന്ന പദത്തിൻ്റെ അർത്ഥം പോർട്ടർ അഥവാ വാതിൽ കാവൽക്കാരൻ എന്നുള്ളതാണ്. പൂർണ്ണ ഷമ്മാശപ്പട്ടം, ഡീക്കൻ പട്ടം കിട്ടുന്നതിന് മുമ്പുള്ളതായതിനാൽ സബ് ഡീക്കൻ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ആദിമകാലത്ത് വേദവിപരീതികളും ദുരുപദേഷ്ടാക്കളും ദേവാലയത്തിൽ പ്രവേശിക്കാതിരിക്കാനായി ദേവാലയത്തിൻ്റെ വാതിൽ കാവൽക്കാരായി നിൽക്കുക എന്നുള്ളതായ ഒരു ദൗത്യമായിരുന്നു ഹൗപ്പുദിയാക്കോനന്മാർക്ക് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസികളായ വ്യക്തികൾ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായി കടന്നു വരുമ്പോൾ അവരെ സ്വീകരിച്ച് ദേവാലയത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് ഇരുത്തുക എന്നൊരു കടമ കൂടി ഇവർക്ക് ഉണ്ടായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുടെ സഹായി എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഹൗപ്പുദിയാക്കോനോ ശുശ്രൂഷയുടെ സമയത്ത്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ മധ്യയാണല്ലോ ഈ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. ആ സമയത്ത് മേൽപ്പട്ടക്കാരൻ തിരുശരീര രക്തങ്ങളിൽ മേൽ കൈ ആവസിപ്പിക്കുകയും അനുഗ്രഹം കോരിയെടുത്ത് സ്നാനാർത്ഥിയുടെ മുഖത്ത് പതിപ്പിക്കുകയും തുടർന്ന് നെറ്റിയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ സ്ഥാനത്തിൻ്റെ മാഹാത്മ്യമാണ് വെളിപ്പെടുത്തുന്നത്. സ്ഥാന ചിഹ്നമായി മെഴുകുതിരിയാണ് ഈ പട്ടം ലഭ്യമാകുന്നവർക്ക് നൽകുന്നത്. വിളക്ക് വഹിച്ചിരുന്ന അഹ്റോൻ്റെ പുത്രന്മാരുടെ സ്ഥാനമാണ് ഹൗപ്പുദിയാക്കോനന്മാർക്ക് ഉള്ളത്. ഏവൻഗേലിയൻ വായനയുടെ സമയത്തും പ്രദക്ഷിണത്തിലും ഇവരാണ് തിരികൾ വഹിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മർബകാസായും ചെറിയ മണിയും കിലുക്കേണ്ടതും ഹൗപ്പുദിയാക്കോനന്മാരുടെ കടമയുടെ ഭാഗമാണ്. പള്ളിയിലെ വിളക്കും ത്രോണോസിലെ തിരികളും ഈ പദവിയിലുള്ളവരാണ് കത്തിക്കേണ്ടത്. പള്ളിയുടെ വാതിലടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനുള്ളതായ വലിയ ചുമതലയും കാര്യവിചാരിപ്പുകാരൻ എന്നുള്ളതായ കാര്യസ്ഥൻ എന്ന നിലയിലുള്ള ചുമതലയും ഹൗപ്പുദിയാക്കോനന്മാർക്കാണ് ഉള്ളത്. സ്ഥാനവസ്ത്രങ്ങളായി വാഴ്ത്തപ്പെട്ട ശുശ്രൂഷ കുപ്പായവും ഇടത്തെ തോളിൽ വലതു കൈയുടെ കക്ഷത്തിലൂടെ പകർത്തിയിടുന്ന ഉറാറായും ഇവർക്ക് നൽകുന്നു. പൗരോഹിത്യ ശ്രേണിയിലെ ഉയർന്ന സ്ഥാനങ്ങളെപ്പറ്റി നമുക്കൊരൽപ്പം ചിന്തിക്കാം. പൗരോഹിത്യ പട്ടം ലഭ്യമാകുന്നതിന് മുമ്പ് നൽകപ്പെടുന്നതായ പട്ടമാണ് ഡീക്കൻ പട്ടം അഥവാ പൂർണ്ണ ഷമ്മാശ പട്ടം. പുരോഹിതരെയും മേൽപ്പട്ടക്കാരെയും അവരുടെ ശുശ്രൂഷകളിൽ സഹായിക്കുക എന്നുള്ളതായ ദൗത്യമാണ്, ചുമതലയാണ് പൂർണ്ണ ഷമ്മാശന് ഉള്ളത്. പൗലോസ്ലീഹ തന്നെ ഒരു ഡീക്കൻ എപ്രകാരമുള്ളവനായിരിക്കണമെന്ന് തീമോത്തിയോസിന് എഴുതിയതായ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൗരാണിക സഭയിൽ ഒരു ഡീക്കൻ്റെ കടമകൾ എന്തൊക്കെയാണെന്ന്, ദൗത്യം എന്താണെന്ന് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുമുണ്ട്. മലങ്കര സുറിയാനി സഭയിൽ പൗരോഹിത്യ നൽവരദാന ശുശ്രൂഷയിൽ പുരോഹിതർക്ക് നിർവഹിക്കുന്ന അതേ ക്രമത്തിലുള്ളതായ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിൻ്റെ പ്രതീകമായുള്ളതായ കൈ ആവസിപ്പിക്കൽ ക്രോയിത്തോത് റൂഹോയും ഈ ഷമ്മാശന്മാരുടെ പട്ടത്തിലും നിർവഹിക്കുന്നു എന്നുള്ളത് ഈ പദവിയുടെ, ഈ പട്ടത്തിൻ്റെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തുന്നത്. സ്ഥാന വസ്ത്രങ്ങളായിട്ട് പൂർണ്ണ ഷമ്മാശന്മാർക്ക് ശുശ്രൂഷ കുപ്പായവും ഉറാറ ഇടത്തെ തോളിൽ മുമ്പോട്ടും പിറകോട്ടുമായിട്ട് നൽകുന്നു.
സ്ഥാനചിഹ്നമായിട്ട് മർബഹാസായാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ പൂർണ്ണ ശമ്മാശന്മാർ മേൽപ്പട്ടക്കാരിൽ നിന്ന് ശുശ്രൂഷയുടെ സമാപനത്തിൽ, ശുശ്രൂഷയുടെ അവസാനം ധൂപക്കുറ്റിയും സ്വീകരിക്കുന്നു. പൗരോഹിത്യ ശ്രേണിയിലെ പ്രധാനപ്പെട്ടതായ സ്ഥാനമാണ്, പട്ടമാണ് ശുശ്രൂഷ പൗരോഹിത്യം. ഡീക്കൻ പട്ടത്തിന് ശേഷം പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വ്യക്തി പൂർണ്ണമായി ഒരുങ്ങി എന്ന് വെളിപ്പെടുമ്പോഴാണ് മേൽപ്പട്ടക്കാരൻ, രൂപതാധ്യക്ഷൻ ആ വ്യക്തിയെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ആനയിക്കുന്നത്. മലങ്കര സഭയിൽ പുരോഹിതനെ സൂചിപ്പിക്കുവാനായി കൊഹനോ, കാശീശോ എന്നീ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ കൊഹനോ എന്ന പദവും, മൂപ്പൻ, അധ്യക്ഷൻ എന്ന അർത്ഥത്തിൽ കാശീശോ എന്ന പദവുമാണ് ഉപയോഗിക്കുന്നത്. മുദഖിയോനോ അഥവാ വെടിപ്പാക്കുന്നവൻ, മുനഹറോനോ അഥവാ പ്രകാശിപ്പിക്കുന്നവൻ എന്നീ 2 പദവികളാണ് പുരോഹിതനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പഠിപ്പിക്കലുകളും കൂദാശകളിലൂടെയുള്ളതായ ശുദ്ധീകരണവും പ്രകാശിപ്പിക്കലുമാണ് ഇതുമൂലം അർത്ഥമാക്കുന്നത്. പട്ടത്വദാന ശുശ്രൂഷയും പള്ളി കൂദാശയും വിശുദ്ധ മൂറോൻ കൂദാശയും വിശുദ്ധ സൈത്ത് കൂദാശയും ഒഴിച്ചുള്ളതായ എല്ലാ കൂദാശകളും പരികർമ്മം ചെയ്യാനുള്ളതായ അവകാശവും അധികാരവുമാണ് പട്ടത്വ ശുശ്രൂഷയിലൂടെ ഒരു പുരോഹിതന് ലഭ്യമാകുന്നത്. പട്ടത്വ ശുശ്രൂഷയിൽ സ്ഥാന വസ്ത്രങ്ങളായി പൗരോഹിത്യ പൂർണ്ണതയുള്ളതായ വസ്ത്രങ്ങൾ മേൽപ്പട്ടക്കാരൻ നൽകുന്നു. സ്ഥാന ചിഹ്നമായി ധൂപക്കുറ്റിയും നവാഭിഷിക്തനായ പുരോഹിതന് നൽകപ്പെടുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുടെ ദൗത്യത്തെപ്പറ്റി പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രമ്യതയുടെ ശുശ്രൂഷ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച പുരോഹിതന്മാർ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണെന്നും ജനത്തിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന നിലയിൽ ജനത്തിൻ്റെ പ്രതിനിധികളുമാണ് പുരോഹിതരെന്നും ഓർമ്മപ്പെടുത്തുന്നു. പുരോഹിതൻ ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ളതായ മധ്യസ്ഥനാകുന്നു. മോശെ ബർക്കേഫ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനത്തിൽ വൈദികരുടെ സ്ഥാനത്തെപ്പറ്റി ഇപ്രകാരമാണ് പറയുന്നത്: സഭ മുഴുവനും വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിലെ ശിരസിലുള്ളതായ നാവാണ് വൈദികൻ. ദിവ്യരഹസ്യങ്ങൾ വഴി ആധ്യാത്മികമായ കാര്യങ്ങൾ വരച്ചു കാട്ടുന്ന ചിത്രപ്പണിക്കാരനാണ് ഓരോ പുരോഹിതനും എന്ന്. സുറിയാനി പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താലാണ് ദിവ്യരഹസ്യങ്ങൾ സഭയിൽ പരികർമ്മം ചെയ്യപ്പെടുന്നത്. വൈദികർ ശുശ്രൂഷാപരമായ ധർമ്മമാണ് നിർവഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് പുരോഹിതന്മാർ പരിഗണിക്കപ്പെടേണ്ടത്. പട്ടക്കാരൻ്റെ അഥവാ പുരോഹിതൻ്റെ അംശവസ്ത്രങ്ങൾ ഇവയാണ്: ചെരുപ്പ്, കറുത്ത കുപ്പായം, ഇടക്കെട്ട്, വെള്ളയങ്കി, ഹൈമിനിക്ക, കയ്യുറ, കാപ്പ. കറുത്ത കുപ്പായം മനുഷ്യൻ്റെ പാപാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്നതായ പരിശുദ്ധി തൻ്റെ പാപം മൂലം, മനുഷ്യൻ്റെ പാപം മൂലം നഷ്ടപ്പെടുത്തി എന്നതിൻ്റെ സൂചന കൂടിയാണ്. അതോടൊപ്പം തന്നെ ജനത്തിൻ്റെ പാപഭാരം താൻ വഹിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതിനും കൂടിയാണ് പുരോഹിതൻ കറുത്ത കുപ്പായം ധരിക്കുന്നത്. മാമോദീസായിലൂടെ ലഭ്യമായതായ സ്വർഗീയ ധനത്തെ മുടിയനായ പുത്രനെ പോലെ നഷ്ടമാക്കിയെന്ന് ഈ കറുത്തുകുപ്പായം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാർമികൻ ഉപയോഗിക്കുന്നതായ വെള്ളയങ്കി അഥവാ ആൽബ് ആത്മാവിനും ശരീരത്തിനും ആവശ്യമായ നൈർമല്യത്തെയും പരിശുദ്ധിയെയും പറ്റിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മലയിൽ വെച്ച് കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ തൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായതിൻ്റെ പ്രതീകം കൂടിയാണ് ആൽബ് അഥവാ വെള്ളയങ്കി. സുറിയാനിയിൽ ഇതിന് കുത്തീനോ എന്ന പേരും ഉണ്ട്. കാർമികൻ വെള്ളയങ്കിക്ക് അല്ലെങ്കിൽ ആൽബിന് മുകളിൽ ഇടുന്നതായ ഹൈംനിക്കോ നമ്മുടെ കർത്താവ് തോളിൽ വഹിച്ചതായ കുരിശിനെയാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നതായ നീതിയുടെ കവചമായിട്ടും ഹൈംനിക്കായെ വിശേഷിപ്പിക്കാറുണ്ട്. പൗരോഹിത്യത്തിൻ്റെ സവിശേഷ ഭൂഷണങ്ങളാകുന്ന വിവേകവും ആത്മനിയന്ത്രണവും പുരോഹിതർക്കുണ്ടായിരിക്കണമെന്നും ഈ ഹൈംനിക്കോ ഓർമ്മപ്പെടുത്തുകയാണ്. കാർമികൻ ഹൈംനിക്കോയുടെ മുകളിൽ കെട്ടുന്നതായ ഇടക്കെട്ട് സുറിയാനിൽ ഇതിന് സൂനോറോ എന്നാണ് പറയുന്നത്.
നമ്മുടെ കർത്താവ് അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടയ്ക്കുന്നതിന് അരയിൽ കെട്ടിയതായ തുണിക്ക് സദൃശ്യമാണ് പുരോഹിതൻ ഹൈമനിക്കോയുടെ മുകളിൽ ധരിക്കുന്നതായ ഈ ഇടക്കെട്ട്. പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്, സത്യം കൊണ്ട് അരമുറുക്കി നിങ്ങൾ നിൽക്കുവീൻ എന്നുള്ളത്. ഇടക്കെട്ടിൻ്റെ മറ്റൊരു പ്രതീകം ഇതാണ്, ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ പ്രതീകം കൂടിയാണ്. പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്, സത്യം കൊണ്ട് നിങ്ങൾ അരമുറുക്കി നിൽക്കുവീനെന്ന്. ഈ ഇടക്കെട്ട് ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ പ്രതീകം കൂടിയാണ്. കാപ്പായോടൊപ്പം വൈദികൻ ധരിക്കുന്നതായ കയ്യുറകൾ സെൻതോ എന്നാണ് സുറിയാനിയിൽ ഇത് അറിയപ്പെടുന്നത്. വിശ്വാസത്തിൻ്റെ പരിചയ ഒരു കൈയിലും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ മറ്റേ കൈയിലും എടുക്കണമെന്ന് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 2 കയ്യുറകളാണ് പട്ടക്കാരൻ ധരിക്കുന്നത്. നീതിയുടെ ആയുധങ്ങളാക്കി തീർക്കണമേ എന്നാണ് കയ്യുറകൾ ധരിക്കുമ്പോൾ വൈദികൻ പ്രാർത്ഥിക്കുന്നത്. ഇനിയും പട്ടക്കാരൻ ധരിക്കുന്നതായ കാപ്പ സൂചിപ്പിക്കുന്നത് നീതിയുടെയും വിശുദ്ധിയുടെയും വസ്ത്രത്തെയാണ്. കാർമികൻ പുറമേ ധരിക്കുന്നതായ കാപ്പ വിശുദ്ധിയുടെയും നീതിയുടെയും അടയാളമാണ്. അഹറോന് മഹിമയും അഴകും നൽകിയതായ അങ്കിയെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യെശയ്യാ ദീർഘദർശി ദേവാലയം മുഴുവനും നിറഞ്ഞു നിന്നതായ കർത്താവിൻ്റെ വസ്ത്രത്തെയും ഈ കാപ്പ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിനെ ക്രൂശാരോഹണത്തിന് മുമ്പ് ധരിപ്പിച്ചതായ ചുവന്ന അങ്കിയെയും ഈ കാപ്പ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. പൗരോഹിത്യ ശ്രേണിയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് മേൽപ്പെട്ട സ്ഥാനം, ശ്രേഷ്ഠാചാര്യ പദവി. 2-ാം വത്തിക്കാൻ സൂനകദോസിലെ തിരുസഭ എന്ന പ്രമാണരേഖയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, തിരുപ്പട്ട കൂദാശയുടെ പൂർണ്ണതയാൽ പ്രശോഭിതനായ മെത്രാനാണ് ഉന്നതമായ പൗരോഹിത്യത്തിൻ്റെ പ്രസാദവരം കൈകാര്യം ചെയ്യുന്നവൻ. മെത്രാന്മാരുടെ ഇടയധർമ്മത്തെപ്പറ്റി കാനൻ സംഹിതയും ഇപ്രകാരമാണ് പറയുന്നത്, ദൈവീക സംസ്ഥാപനത്താൽ മെത്രാന്മാർ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളെന്ന നിലയിൽ വിശ്വാസ സത്യങ്ങളുടെ പ്രബോധകരും ദൈവീകാരാധനയുടെ പുരോഹിതരും ഭരിക്കുന്ന ശുശ്രൂഷകരുമാകുന്നതിനു വേണ്ടി സഭയിൽ ഇടയന്മാരായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. മെത്രാന്മാരുടെ ധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുവിശേഷ പ്രഘോഷണം. വാസ്തവത്തിൽ മെത്രാന്മാരാണ്, മേൽപ്പട്ടക്കാരാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ നിയന്താക്കൾ. മേൽപ്പട്ടക്കാരൻ്റെ സ്ഥാനചിഹ്നങ്ങളാണ് കുരിശുമാലയും മോതിരവും അംശവടിയും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ അടയാളമാണ് മേൽപ്പട്ടക്കാരൻ മാറിൽ ധരിക്കുന്നതായ കുരിശ്. വിശ്വസ്തതയുടെ അടയാളമാണ് മോതിരം. മെത്രാൻ തൻ്റെ രൂപതയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തൻ്റെ അധികാരം നിർവഹിക്കുന്നത് സത്യവിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശ്വസ്തതയും സ്നേഹവും വഴിയാണ്. നല്ലിടയനായ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ മെത്രാൻ വിശ്വാസികളുടെ സാക്ഷാൽ ഇടയനാണെന്ന് അംശവടി സൂചിപ്പിക്കുകയാണ്. തൻ്റെ ഭരണാധികാരത്തിൻ്റെ അടയാളമായി മേൽപ്പട്ടക്കാരൻ രൂപതാധ്യക്ഷൻ ഇത് നിർവഹിക്കുന്നു. മോശയുടെയും അഹ്റോൻ്റെയും വടികൾ ഇതിൻ്റെ പ്രതിരൂപങ്ങളാണ്. മേൽപ്പട്ടക്കാരൻ സർപ്പത്തെപ്പോലെ വിവേകിയായിരിക്കണമെന്ന് അംശവടിയുടെ മുകളിലുള്ളതായ സർപ്പാകൃതി സൂചിപ്പിക്കുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ ആശീർവദിക്കുന്നതിനായി സ്ലീബായും മേൽപ്പട്ടക്കാരൻ ഉപയോഗിക്കുന്നു. ഇനിയും മേൽപ്പട്ടക്കാരൻ ധരിക്കുന്നതായ അംശവസ്ത്രത്തിൻ്റെ അർത്ഥത്തെപ്പറ്റിയും നമുക്കൊരൽപ്പം ചിന്തിക്കാം. മെത്രാൻ ശിരസിൽ ധരിക്കുന്നതായ മസ്നബ്സ അഥവാ കുബുവോനോ സന്യാസ വസ്ത്രമാണ്. നേർമയുള്ള കറുത്ത തുണി കൊണ്ടുള്ള ശിരോവസ്ത്രമാണിത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് 12 ചെറിയ കുരിശുകളും പുറകിൽ വലിയ ഒരു കുരിശും ഉണ്ടായിരിക്കും. പരിത്യാഗത്തിൻ്റെയും തപശ്ചര്യയുടെയും ജീവിതത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓരോ മേൽപ്പട്ടക്കാരനും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി പൂർണ്ണമായി പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് ഈ സന്യാസ വസ്ത്രം സൂചിപ്പിക്കുകയാണ്. ശുശ്രൂഷകൾ നടത്തിയിരുന്ന അവസരങ്ങളിൽ മെത്രാന്മാർ ധരിച്ചിരുന്നതായ അംശവസ്ത്രമായിരുന്നു ശീലമുടി. മഹാപുരോഹിതനായ മോശയുടെ മൂടുപടത്തെ ഇത് ദൃഷ്ടാന്തീകരിക്കുന്നുണ്ട്. ദിവനാസ്യസ് ബർസലീബി ഇതിന് കൊടുക്കുന്നതായ ഒരു വ്യാഖ്യാനം, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത കേട്ട ഉടനെ പത്രോസ് കബറിങ്കിലേക്ക് ചെല്ലുകയും
അവിടെ കർത്താവ് തലയിൽ ചുറ്റിയിരുന്നതായ തുണി അവിടെ വച്ചിരിക്കുന്നതായി കാണുകയും ആ തുണി പത്രോസ് കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നീട് പ്രധാന ആചാര്യത്വ ശുശ്രൂഷ നിർവഹിക്കുന്ന സമയമെല്ലാം തന്നെ പത്രോസ് ഇവ ശിരസിൽ ധരിക്കുക എന്നുള്ള പതിവുണ്ടായിരുന്നു. ഇതിനെ അനുകരിച്ചാണ് മെത്രാന്മാർ ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്തെല്ലാം തന്നെ ഈ ശീലമുടി ധരിക്കുന്നത് എന്ന് ദിവന്നാസ്യസ് ബർസലേബി വ്യാഖ്യാനിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ നൽവര പൂർണ്ണത മെത്രാന്മാരിൽ മേൽപ്പട്ടക്കാരിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തമാക്കുന്ന രക്ഷയുടെ പടത്തൊപ്പിയാണ് ശീലമുടി എന്നും വ്യാഖ്യാനിക്കുന്നു. മേൽപ്പട്ടക്കാരൻ കാപ്പയുടെ മുകളിൽ പുറകിലും മുൻപിലുമായി വീണ് കിടക്കുന്ന തരത്തിൽ ധരിച്ചിരിക്കുന്നതാണ് പത്രസീൻ. വിവിധ ചിഹ്നങ്ങളുടെ ചിത്രത്തയ്യലുകൾ കൊണ്ട് മോടി പിടിപ്പിച്ച വിശിഷ്ട വസ്ത്രമാണ് പത്രസീൻ. മഹാപുരോഹിതൻ്റെ അധികാരത്തെയാണ് ഈ പത്രസീൻ സൂചിപ്പിക്കുന്നത്. മേൽപ്പട്ടക്കാരൻ വിശുദ്ധ കൂദാശകളുടെയും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയുടെ സത്യവിശ്വാസത്തിൻ്റെയും കാവൽക്കാരനാണെന്നും വിശുദ്ധ ശുശ്രൂഷകളുടെ നടത്തിപ്പിൽ മേൽപ്പട്ടക്കാരൻ നായകനാണെന്നും സഭയ്ക്ക് ഭരണകർത്താവാണ് മേൽപ്പട്ടക്കാരനെന്നും പത്രസീന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ് താനെന്ന് സൂചിപ്പിക്കുന്ന കുഞ്ഞാടിൻ്റെ ചിത്രവും പത്രസീനിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. പൗരോഹിത്യ ശ്രേണിയിലെ വിവിധ സ്ഥാനങ്ങളെയും പദവികളെയും കുറിച്ചുള്ളതായ പഠനം ഇവിടെ സമാപിക്കുകയാണ്.